ഏവർക്കും +2 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വർഷം +2 മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇത്. ഓരോ ചാപ്റ്ററിലെയും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കീ പോയിന്റ്സും ആ ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഷുവർ ക്വസ്റ്റ്യൻസുമാണ് ഈ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്ന കുട്ടികൾക്ക് മിനിമം A+ സ്കോർ ചെയ്യാൻ സാധിക്കും. ഓൾറെഡി ഫസ്റ്റ് 6 ചാപ്റ്റേഴ്സിന്റെ ഷുവർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ നമ്പർ 7 ഇന്റഗ്രൽസ്. കുട്ടികൾ ഒത്തിരി പേടിയോടെ അല്ലെങ്കിൽ ഭയപ്പാടോടെ കൂടി കാണുന്ന ഒരു ചാപ്റ്ററാണ് ഇന്റഗ്രൽസ്. ഈ ചാപ്റ്ററിന്റെ ബേസിക് ഫോർമുലകൾ കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലെ പ്രോബ്ലംസ് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. തീർച്ചയായും അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിലെ കംപ്ലീറ്റ് ഫോർമുലകളും തറവായി പഠിക്കുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചെയ്യാനുള്ളത്. അതിനുവേണ്ടി ഇന്റഗ്രൽസ് ഓൾ ഫോർമുല A to Z എന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ ചാപ്റ്ററിലുള്ള കംപ്ലീറ്റ് ഫോർമുലാസും ഒരുമിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യുന്നു. തീർച്ചയായും അത് കണ്ട് ഫോർമുലകൾ പഠിച്ചതിന് ശേഷം മാത്രം ഇതിലെ പ്രോബ്ലംസ് മനസ്സിലാക്കുക. പ്രോബ്ലംസും ഒത്തിരി നമുക്ക് പഠിക്കാനുണ്ട്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. കൂടുതൽ പഠിക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മുടെ റിവിഷൻ ക്ലാസ് കണ്ട് പഠിക്കുക. ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഏതെങ്കിലും പ്രോബ്ലത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ റിവിഷൻ ക്ലാസ് കണ്ടാൽ മതി. അവിടെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നു. സോ ഇന്റഗ്രൽസ് എന്ന ചാപ്റ്റർ സെലക്ട് ചെയ്ത് പഠിച്ചാലും മാർക്ക് സ്കോർ ചെയ്യാം. ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് വളരെ കുറവാണ്, വെറും 6 മാർക്കാണ്. എന്നാൽ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുമുണ്ട്. ഈ ചാപ്റ്ററിൽ മാത്രമല്ല അടുത്ത 2 ചാപ്റ്റേഴ്സിലും കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഇന്റഗ്രേഷൻ നമ്മൾ ഭംഗിയായി പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ ഒരു കാരണവശാലും പൂർണ്ണമായി സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ പോയിന്റ്സ് പ്രധാനമായും ഫോർമുലകളാണ്. ഇത് ഓൾറെഡി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇന്റഗ്രൽ x raised to n dx equal to x raised to n+1 by n+1 plus c, where n not equal to -1. c is the integration constant. Integral 1 dx, that is x plus c. Integral root x raised to 3/2 by 3/2. Integral 1 by x square minus 1 by x. Integral e raised to x. Integral 1 by x log x. ഇത് ഓർത്തിരിക്കാനുള്ള ഷോർട്ട് കട്ട് ഒക്കെ നമ്മൾ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നു. ട്രിക്സ് ഒക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ആ വീഡിയോ കണ്ട് ഫോർമുലകൾ തറവാക്കുക. ഇതുവരെ പഠിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് 1/x എങ്കിൽ 1/xന്റെ ഇന്റഗ്രൽ എന്താണ്? ലോഗ് എക്സ്. അങ്ങനെ റിവേഴ്സ് ഓർഡറിൽ പഠിക്കാൻ സാധിക്കും. മസ്റ്റായിട്ട് ഡിഫറൻസിയേഷന്റെ ബേസിക് ഫോർമുല പഠിക്കുക. അതിനുശേഷം ഇതും പഠിക്കുക. ഇന്റഗ്രൽ സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. ഇന്റഗ്രൽ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. ഇന്റഗ്രൽ ടാൻ എക്സ് ലോഗ് മോഡ് സീക് എക്സ്. ഇന്റഗ്രൽ കോട്ട് എക്സ് ലോഗ് മോഡ് സൈൻ എക്സ്. ഇന്റഗ്രൽ സീക് എക്സ് ലോഗ് മോഡ് സീക് എക്സ് പ്ലസ് ടാൻ എക്സ്. ഇന്റഗ്രൽ കൊസീക് എക്സ് ലോഗ് മോഡ് കൊസീക് എക്സ് മൈനസ് കോട്ട് എക്സ്. ഇന്റഗ്രൽ സീക് സ്ക്വയർ എക്സ് ടാൻ എക്സ്. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സി സ്ക്വയർ എങ്കിൽ ഇന്റഗ്രൽ സി സ്ക്വയർ എക്സ് ടാൻ എക്സ്. അത്രേ ഉള്ളൂ. ഇന്റഗ്രൽ കൊസീ സ്ക്വയർ എക്സ് മൈനസ് കോട്ട് എക്സ്. ഇന്റഗ്രൽ സീക് എക്സ് ടാൻ എക്സ് സീക് എക്സ്. ഇന്റഗ്രൽ കൊസീക് എക്സ് കോട്ട് എക്സ് മൈനസ് കൊസീക് എക്സ്. തീർച്ചയായും ഈ ഫോർമുലയിൽ ഞാൻ ഓടിച്ചു പോകുന്നേ ഉള്ളൂ. ഇതെങ്ങനെ ബൈഹാർട്ട് ചെയ്യാം, എങ്ങനെ മനസ്സിൽ ഉറപ്പിക്കാം എന്ന് ഞാൻ സൂചിപ്പിച്ച ഇന്റഗ്രേഷന്റെ വീഡിയോസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. അത് കണ്ടു പഠിക്കുക. ഇന്റഗ്രൽ 1/√1 - x square sin inverse x. ഇന്റഗ്രൽ 1/1 + x square tan inverse x. ഇന്റഗ്രൽ 1/x into √x square - 1, that is sec inverse x. a raised to x ന്റെ ഇന്റഗ്രൽ a raised to x by log a. ഇന്റഗ്രൽ എ കോൺസ്റ്റന്റ് k into f of x വന്നാൽ കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് എടുക്കാം. ആ ഫംഗ്ഷനെ മാത്രം ഇന്റഗ്രേഷൻ ചെയ്യാം. പ്ലസും മൈനസും വന്നാൽ ഇന്റഗ്രൽ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. പ്രോഡക്റ്റ് റൂൾ വെരി വെരി ഇമ്പോർട്ടന്റ് വൺ. ഇന്റഗ്രൽ u into v dx ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ ദെൻ ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഈ കിട്ടുന്നതിന് ഒരിക്കൽ കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇന്റഗ്രേഷൻ ചെയ്യേണ്ടതുണ്ട്. സോ പ്രോഡക്റ്റ് റൂൾ തറവായി പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. നെക്സ്റ്റ് ഒരു പ്രോപ്പർട്ടിയാണ് ഇന്റഗ്രൽ e raised to x into f of x plus f dash x എന്ന് വന്നാൽ ഇന്റഗ്രൽ എന്താണ്? e raised to x into f of x എന്ന് എഴുതാം. നെക്സ്റ്റ് വൺ ടൈപ്പ് 3 ആയിട്ട് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്റഗ്രൽ f dash x by f of x. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ വന്നാൽ ഇന്റഗ്രൽ ലോഗ് മോഡുലസ് ഓഫ് ഡിനോമിനേറ്റർ എന്ന് എഴുതാം. ഇന്റഗ്രൽ f dash x by root f of x അതായത് ഡിനോമിനേറ്ററിൽ റൂട്ടിനകത്തിരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ വന്നാൽ
2 into root f of x എന്ന് എഴുതാം. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 9 ഫോർമുലാസ്. ഇന്റഗ്രൽ 1 by x square plus a square 1 by a tan inverse x by a. ഇന്റഗ്രൽ 1 by x square minus a square 1 by 2a log modulus of x minus a by x plus a. ഇന്റഗ്രൽ 1 by a square minus x square 1 by 2a log modulus of a plus x by a minus x. ഈ പറയുന്ന ഫംഗ്ഷനിൽ റൂട്ട് വന്നാൽ എന്ത് ചേഞ്ച് വരും? ഇന്റഗ്രൽ 1 by root x square plus a square log modulus of x plus root x square plus a square. Integral 1 by root x square minus a square log modulus of x plus root x square minus a square. Integral 1 by root a square minus x square sin inverse x by a. ഇത് ഓർത്തിരിക്കാനുള്ള ഷോർട്ട് കട്ട് ഇന്റഗ്രൽസ് a to z എന്ന ഫോർമുലയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കണ്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് വൺ, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസിൽ ഏരിയ ഓഫ് സർക്കിൾ, ഏരിയ ഓഫ് എലിപ്സ് ഒക്കെ ചെയ്യാൻ ആവശ്യമായ ഒരു ഫോർമുലയാണ് 35th ഫോർമുല. 3 ഫോർമുലയും പഠിക്കുക. ഇന്റഗ്രൽ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു എക്സ് ബൈ 2. ക്വസ്റ്റ്യൻ അതുപോലെ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 ലോഗ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇന്റഗ്രൽ റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എക്സ് ബൈ 2 റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 2 ലോഗ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. Finally, most important one, integral root a square minus x square x by 2 root a square minus x square plus a square by 2 sin inverse x by a. ഈ 3 ഫോർമുലയുടെയും പ്രത്യേകത മനസ്സിലായി. എക്സ് ബൈ 2 മൂന്നിലും കണ്ടോ, എക്സ് ബൈ 2 ക്വസ്റ്റ്യൻ അതുപോലെ, ദെൻ പ്ലസ് എ സ്ക്വയർ ബൈ 2 കഴിഞ്ഞിട്ട് ഈ മേളത്തെ ഫോർമുല അതുപോലെയാണ് ഇവിടെ റീപ്ലേസ് ചെയ്യുന്നുണ്ടോ. ഇത് ഇവിടെ വന്നു, അടുത്ത സൈൻ ഇൻവേഴ്സ് ഇവിടെ വന്നു. അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കുക. ഇവിടെ മാത്രം മൈനസ് വരും, ബാക്കി രണ്ടിലും പ്ലസ് വരും. അങ്ങനെയൊക്കെ ഓർത്തിരിക്കാം. നെക്സ്റ്റ് 36th ഫോർമുല ഇപ്പോൾ സിലബസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും? അകത്തിരിക്കുന്ന ഫംഗ്ഷൻ ഇന്റഗ്രേഷൻ ചെയ്തിട്ട് ആദ്യം എക്സിന് അപ്പർ ലിമിറ്റ് കൊടുക്കുക, മൈനസ് എക്സിന് ലോവർ ലിമിറ്റ് കൊടുക്കുക. ആ ഐഡിയ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അടുത്ത പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ. ഇന്റഗ്രൽ a to b f of x dx ഈക്വൽ ടു ഇന്റഗ്രൽ a to b f of y dy. അതായത് ഡെഫിനിറ്റ് ഇന്റഗ്രലിൽ വേരിയബിൾ ചേഞ്ച് ചെയ്താലും വാല്യൂവിന് വ്യത്യാസം വരത്തില്ല. ഇന്റഗ്രൽ 0 to pi by 2 സൈൻ എക്സിന്റെ വാല്യൂ തന്നെ ആയിരിക്കും ഇന്റഗ്രൽ 0 to pi by 2 സൈൻ വൈയുടെ വാല്യൂ. അതാണ് ഈ പ്രോപ്പർട്ടി സൂചിപ്പിക്കുന്നത്. ഇന്റഗ്രൽ a to b f of x dx അതിനെങ്ങനെ എഴുതാം? മൈനസ് ഇന്റഗ്രൽ റിവേഴ്സ് ഓർഡറിൽ b to a, അതായത് ലിമിറ്റ് ഇന്റർചേഞ്ച് ചെയ്യണമെങ്കിൽ ഒരു മൈനസ് കൊടുത്താൽ മതി. നെക്സ്റ്റ് ഇന്റഗ്രൽ a to b f of x dx ഈക്വൽ ടു integral a to c f of x dx plus integral c to b f of x dx where a less than or equal to c less than or equal to b. നമ്മുടെ പീസ് വൈസ് ഫംഗ്ഷൻ ഒക്കെ വരികയാണെങ്കിൽ a മുതൽ c വരെ ഒരു ഫംഗ്ഷനും c മുതൽ b വരെ മറ്റൊരു ഫംഗ്ഷനും ആണെങ്കിൽ ഇതുപോലെ ഇന്റഗ്രൽ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് 2 ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ആണ്. ഇന്റഗ്രൽ a to b f of x dx ഈക്വൽ ടു ഇന്റഗ്രൽ a to b f of ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് a plus b മൈനസ് x എന്ന് എഴുതാം. a to b f of x dx equal to integral a to b f of a plus b minus x എന്ന് എഴുതാം. ഇതിന്റെ സ്പെഷ്യൽ കേസ് ആണ് ഇന്റഗ്രൽ 0 to a f of x dx equal to ഇന്റഗ്രൽ 0 to a f of ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് മൈനസ് x. 0 പ്ലസ് a തന്നെയാണ്, a മൈനസ് x. ഈ പ്രോപ്പർട്ടി 42 ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ട് ചോദിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ, ഇന്റഗ്രൽ മൈനസ് a to a f of x dx ഈക്വൽ ടു 0 എന്ന് എഴുതാം ഇഫ് f of മൈനസ് x ഈക്വൽ ടു മൈനസ് f of x. അതായത് f ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ മൈനസ് a to a f of x dx എന്തായിരിക്കും? 0. എന്നാൽ ഇന്റഗ്രൽ മൈനസ് a to a f of x dx എങ്ങനെ എഴുതാം? 2 into ഇന്റഗ്രൽ 0 to a f of x dx if f of x is even. ഈവൻ എന്ന് പറഞ്ഞാൽ f of മൈനസ് x സിംപ്ലിഫൈ ചെയ്യുമ്പോൾ f of x തന്നെ കിട്ടണം അല്ലെ. എക്സ് സ്ക്വയർ, എക്സ് റൈസ് ടു 4, മോഡ് എക്സ്, കോസ് എക്സ്, ഇതൊക്കെ ഈവൻ ഫംഗ്ഷൻ എക്സാമ്പിൾ. എക്സ് ക്യൂബ്, എക്സ് റൈസ് ടു 5, ടാൻ എക്സ്, സൈൻ എക്സ് ഒക്കെ ഓഡ് ഫംഗ്ഷൻ എക്സാമ്പിൾ. ഓഡ് ഫംഗ്ഷനും ഈവൻ ഫംഗ്ഷനും മൾട്ടിപ്ലൈ ചെയ്താൽ ഓഡ് ഫംഗ്ഷൻ. ആ പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇതിലെ പ്രോബ്ലംസ് ചെയ്യുന്നത്. 2 ഫോർമുല കൂടെ പറയുന്നുണ്ട്, അത് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല. ഇന്റഗ്രൽ 0 to 2a f of x dx ഈക്വൽ ടു 0 എന്ന് എഴുതാം ഇഫ് f of 2a minus x ഈക്വൽ ടു മൈനസ് f of x. നെക്സ്റ്റ് വൺ, 0 to 2a f of x dx നെ 2 into ഇന്റഗ്രൽ 0 to half of upper limit a f of x എന്ന് എഴുതണമെങ്കിൽ if f of 2a minus x ഈക്വൽ ടു എന്തായിരിക്കണം? പ്ലസ് f of x. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ എന്നാൽ 43, 44 ഇമ്പോർട്ടൻ്റ് ആണ്.
ഞാനൊന്ന് ഓടിച്ചു പറഞ്ഞു എന്ന് മാത്രം. കാരണം ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. അത് ഒരു പ്രത്യേക വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് കണ്ട് പഠിക്കുന്നതാണ് നല്ലത്. പെട്ടെന്ന് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ അല്ല ഇന്റഗ്രൽസ്. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അത് പഠിക്കേണ്ടതുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ. അല്ലെങ്കിൽ ഫോർമുല പഠിച്ചിട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം സെലക്ട് ചെയ്ത് പഠിച്ചാലും മതി. സോ അത്തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെടുത്തുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഇന്റഗ്രൽ x സ്ക്വയർ ഇൻറ്റു 1 മൈനസ് 1/x സ്ക്വയർ dx. ഇതെങ്ങനെ ഇന്റഗ്രേഷൻ ചെയ്യും? ഇത് ടൈപ്പ് 1 ഡയറക്റ്റ് ഇന്റഗ്രേഷൻ. ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, സംഗതി കഴിഞ്ഞു. ഇന്റഗ്രൽ x സ്ക്വയർ ഇൻറ്റു 1 മൈനസ് 1/x സ്ക്വയർ. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ x സ്ക്വയർ ഇൻറ്റു 1 x സ്ക്വയർ മൈനസ് x സ്ക്വയറും 1/x സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്താൽ ക്യാൻസൽ ചെയ്താൽ 1 കിട്ടും. x സ്ക്വയറിന്റെ ഇന്റഗ്രൽ പവർ ഒന്ന് കൂട്ടണം, x റൈസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1. അപ്പൊ x ക്യൂബ് ബൈ എന്താണ് 3 മൈനസ് 1ന്റെ ഇന്റഗ്രൽ x പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് c. വളരെ സിമ്പിൾ ആണ്, ഫോർമുല അറിയാമെങ്കിൽ മാത്രം. എന്താണ് x റൈസ് ടു n-ന്റെ ഇന്റഗ്രൽ? x റൈസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1. x സ്ക്വയർ x ക്യൂബ് ബൈ 3 അത്രയേ ഉള്ളൂ. 1 ഇന്റഗ്രൽ എന്താണ്? x. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2, ഇന്റഗ്രൽ e റൈസ് ടു 2x പ്ലസ് 3. ഇതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്. അത് മാത്രമേ നമുക്ക് x എന്ന് അസ്യൂം ചെയ്യാവൂ. അപ്പൊ ഇത് x എന്ന് അസ്യൂം ചെയ്താൽ e റൈസ് ടു x അതിന്റെ ഇന്റഗ്രൽ അത് തന്നെ ഡിവൈഡഡ് ബൈ അതിന്റെ ഡെറിവേറ്റീവ് ഡിവൈഡ് ചെയ്യണം. അതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x പ്ലസ് 3യുടെ ഡെറിവേറ്റീവ് 2, അതായത് എക്സിന്റെ കോഎഫിഷ്യൻ. സോ ഇതിന്റെ ആൻസർ എന്താണ്? e റൈസ് ടു 2x പ്ലസ് 3 ബൈ 2 എന്ന് വരും. e റൈസ് ടു ഇത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ x എന്ന് അസ്യൂം ചെയ്തു. e റൈസ് ടു എക്സിന്റെ ഇന്റഗ്രൽ e റൈസ് ടു x, അതായത് e റൈസ് ടു എക്സിന്റെ പ്ലേസിൽ 2x പ്ലസ് 3 ഡിവൈഡഡ് ബൈ 2 എഴുതുക, ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3, വൺ വേർഡ് ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ 2x ബൈ 1 പ്ലസ് x സ്ക്വയർ. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് മേളിൽ വന്നാൽ ലോഗ് മോഡുലസ് ഓഫ് ഡിനോമിനേറ്റർ, അതാണ് ഫോർമുല. 1 പ്ലസ് x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x. Therefore ഇതിന്റെ ഇന്റഗ്രൽ എന്താണ്? ലോഗ് മോഡുലസ് ഓഫ് 1 പ്ലസ് x സ്ക്വയർ. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ഇന്റഗ്രൽ e റൈസ് ടു x ഇൻറ്റു ടാൻ ഇൻവേഴ്സ് x പ്ലസ് 1/1 പ്ലസ് x സ്ക്വയർ. ഇപ്പൊ ഡിസ്കസ് ചെയ്ത മറ്റൊരു പ്രോപ്പർട്ടിയാണ്. എ ഫംഗ്ഷൻ പ്ലസ് ഇറ്റ്സ് ഡെറിവേറ്റീവ് ഇൻറ്റു e റൈസ് ടു x വന്നാൽ ആൻസർ എന്താണ്? e റൈസ് ടു x ഇൻറ്റു ഫംഗ്ഷൻ എന്ന് എഴുതാം. e റൈസ് ടു x ഇൻറ്റു f ഓഫ് x പ്ലസ് f ഡാഷ് x വന്നാൽ e റൈസ് ടു x ഇൻറ്റു f ഓഫ് x ആണ് ആൻസർ. അപ്പൊ ഇതിന്റെ ഇന്റഗ്രൽ എന്താണ്? e റൈസ് ടു x ഇൻറ്റു ടാൻ ഇൻവേഴ്സ് x. ഈ 4 ക്വസ്റ്റ്യനും വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് മാത്രം എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ്. ഫൈൻഡ് ഇന്റഗ്രൽ സൈൻ ടാൻ ഇൻവേഴ്സ് x ബൈ 1 പ്ലസ് x സ്ക്വയർ. നമ്മുടെ ടൈപ്പ് 4 ആണ്. ബ്രാക്കറ്റിനകത്തിരിക്കുന്നത് u എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 5, പുട്ട് ഈ അകത്തിരിക്കുന്ന സംഗതി ടാൻ ഇൻവേഴ്സ് x ഈക്വൽ ടു u, രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ടാൻ ഇൻവേഴ്സ് x ന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് x സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു x ആൻഡ് dx, u ന്റെ ഡെറിവേറ്റീവ് du. ഇനി നേരെ നമ്മുടെ ക്വസ്റ്റ്യൻ എഴുതുക. ഇന്റഗ്രൽ സൈൻ ടാൻ ഇൻവേഴ്സ് x ബൈ 1 പ്ലസ് x സ്ക്വയർ dx. ഇന്റഗ്രൽ സൈൻ ടാൻ ഇൻവേഴ്സ് x എന്താണ്? u. അടുത്ത് dx ബൈ 1 പ്ലസ് x സ്ക്വയർ, dx ബൈ 1 പ്ലസ് x സ്ക്വയർ എന്താണ്? du. സൈൻ u ന്റെ ഇന്റഗ്രൽ എന്താണ്? മൈനസ് കോസ് u പ്ലസ് c. മൈനസ് കോസ് u ന്റെ പ്ലേസിൽ സബ്സ്റ്റിറ്റ്യൂഷൻ തിരിച്ചു കൊടുക്കുക. ടാൻ ഇൻവേഴ്സ് x പ്ലസ് c വിച്ച് ഈസ് ദ ആൻസർ. ഇത്തരത്തിൽ സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കും. നെക്സ്റ്റ് വൺ, ഓൾസോ ഇമ്പോർട്ടന്റ് വൺ. ഇന്റഗ്രൽ 1 ബൈ റൂട്ട് ഓഫ് 7 മൈനസ് 6x മൈനസ് x സ്ക്വയർ. അപ്പൊ ഇതിനെ 1 ബൈ റൂട്ട് എസ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. റൂട്ട് ഇല്ല എങ്കിലും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇന്റഗ്രൽ 1 ബൈ റൂട്ട് ഓഫ് ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കുന്നതിന് വേണ്ടി എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് +1 ആക്കണം. അതിനുവേണ്ടി ഒരു മൈനസ് കോമൺ ആയിട്ട് എടുക്കുന്നു. ആ മൈനസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ മൈനസ് പുറത്തെടുത്താൽ പിന്നെ എന്ത് കിട്ടും? പ്ലസ് എക്സ് സ്ക്വയർ. നെക്സ്റ്റ് പ്ലസ് 6x. ഈ +7 എന്നൊരു മൈനസ് എടുത്താൽ -7. നെക്സ്റ്റ് ഇന്റഗ്രൽ 1 ബൈ റൂട്ട് ഓഫ് മൈനസ് ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആക്കുന്നതിന് വേണ്ടി ആദ്യത്തെ 2 ടേം അതുപോലെ എഴുതുക. 6ന്റെ കോഎഫിഷ്യന്റിന്റെ ഹാഫ്, എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 6. അതിന്റെ പകുതി എടുക്കുക 3. അത് സ്ക്വയർ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. പെർഫെക്റ്റ് സ്ക്വയർ ആക്കുന്ന പ്രൊസീജിയർ എന്താണ്? ആദ്യത്തെ 2 ടേം അതുപോലെ എക്സിന്റെ കോഎഫിഷ്യന്റ് എടുക്കുക 6, അതിന്റെ പകുതി എന്താണ്? 3. അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറാണ് ആഡ് ചെയ്യേണ്ടതും സബ്ട്രാക്ട് ചെയ്യേണ്ടതും. ഈ ലാസ്റ്റ് -7 അതുപോലെ 1 ബൈ റൂട്ട് മൈനസ് ഈ ഫസ്റ്റ് 3 ടേം എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. ഇങ്ങനെ എഴുതുമ്പോൾ അത് എഴുതുന്ന എളുപ്പവഴി എക്സ് സ്ക്വയറിന്റെ റൂട്ട് എക്സ്, അടുത്തൂടെ പ്ലസ് എങ്കിൽ പ്ലസ്, മൈനസ് എങ്കിൽ മൈനസ്.
അടുത്ത മൂന്നാമത്തെ ടേമിന്റെ റൂട്ട് 9ന്റെ റൂട്ട് എന്താണ് 3 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അതായത് ഈ ആദ്യത്തെ 3 ടേം x+3 ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. -9 -7 അതെന്താണ് -16. -16 എങ്ങനെ എഴുതാം 4 സ്ക്വയർ. ഇനി ഈ മൈനസ് അകത്തോട്ട് ഓപ്പൺ ചെയ്താൽ ഈ മൈനസും ഈ മൈനസും കൂടെ പ്ലസ് ആവും. അതായത് ഇന്റഗ്രൽ 1/√4 സ്ക്വയർ -x+3 ദ ഹോൾ സ്ക്വയർ. ഇത് നമ്മൾ പഠിച്ച ഒരു ഫോർമുലയാണ്. ഇന്റഗ്രൽ 1/√s² - x². എന്താണ് 1/√s² - x²? സൈൻ ഇൻവേഴ്സ് x/a x+3/4. അപ്പോൾ തീർച്ചയായും ഫോർമുല പഠിച്ചാലേ ചെയ്യാൻ പറ്റൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. ഇന്റഗ്രൽ 1/x² + 16. 1/x² ഇത് 4 സ്ക്വയർ എന്ന് എഴുതാം. 1/x² + a². എന്താണ് ഫോർമുല? 1/a tan ഇൻവേഴ്സ് x/a. അപ്പൊ 16ന്റെ റൂട്ട് 4 ആണല്ലോ. 1/4 tan ഇൻവേഴ്സ് x/a. a എന്ന് പറഞ്ഞാൽ 4. ഡയറക്റ്റ് ഫോർമുലയാണ്. ഫോർമുല പഠിച്ചാലേ അത് മനസ്സിലാകത്തുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. Find integral x² + 1 into x² + 4 dx. പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്ത് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം പുട്ട് x² = u. അപ്പൊ x² എന്തായി u. x² + 1 എന്തായി മാറും u + 1. x² + 4 u + 4. ഇത് ഇന്റഗ്രേഷൻ ചെയ്യാൻ വേണ്ടി പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? a കോൺസ്റ്റന്റ് a ബൈ ഫസ്റ്റ് ഫാക്ടർ പ്ലസ് b ബൈ സെക്കൻഡ് ഫാക്ടർ എഴുതുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ഈ ടേം കൊണ്ട് ഈച്ച് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ u = a × u + 4 പ്ലസ് b × u + 1 ഇങ്ങനെ കിട്ടും. എന്നിട്ട് യുവിന് -4 കൊടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് -4 ഇത് 0 ആയിപ്പോയി. ഇവിടെ -3b. അപ്പൊ b = 4/3 എന്ന് കിട്ടും. അടുത്തതിനകത്ത് ഈ ഇക്വേഷനകത്ത് യുവിന് -4 കൊടുത്തപ്പോൾ ഒരു അൺനോൺ കിട്ടി. അടുത്ത യുവിന് എന്ത് കൊടുക്കണം? -1. അപ്പോൾ മറ്റൊരു അൺനോൺ കിട്ടും. കംപ്ലീറ്റ് കൊടുക്കണം കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ -1 = ഇവിടെ -1 4 - 1 3. അപ്പൊ 3a ഇത് 0 ആയിപ്പോ കേട്ടോ. അപ്പോൾ a എന്താണ്? -1/3. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുക. ഇന്റഗ്രൽ x²/x² + 1 into x² + 4 dx = ഇന്റഗ്രൽ എന്താണ്? a/u + 1. a എന്ന് പറയുന്നത് -1/3/u + 1. u എന്ന് പറഞ്ഞാൽ എന്താണ്? x² കൊടുത്തു. പ്ലസ് അടുത്തെന്താണ്? b/u + 4. b എന്തായിരുന്നു? നമുക്കിപ്പോ കിട്ടിക്കഴിഞ്ഞു. b എന്തായിരുന്നു? 4/3. 4/3 ബൈ എന്താണ്? u + 4 എന്ന് പറഞ്ഞാൽ x² + 4. ഇനി ഇത് ഇന്റഗ്രേഷൻ ചെയ്യണം. -1/3 കോൺസ്റ്റന്റ് മാറ്റിവെച്ചു. ഇന്റഗ്രൽ 1/1 + x² tan ഇൻവേഴ്സ് x ഡയറക്റ്റ് ഫോർമുലയാണ്. അടുത്തൂടെ 4/3 മാറ്റിവെച്ചു. 1/x² + a². 2 സ്ക്വയർ എന്ന് എഴുതാം. 1/a 1/2 tan ഇൻവേഴ്സ് x/a x/2 പ്ലസ് c. ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് കൊടുത്താൽ ആൻസർ ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. റിവിഷൻ ക്ലാസ് കണ്ടു തന്നെ പഠിക്കുക. ഇന്റഗ്രൽ x² × log x. ബൈ പാർട്സ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ലോഗരിതമിക് ഫംഗ്ഷൻ ആണെങ്കിൽ പോളിനോമിയലിന് മുന്നേ എഴുതണം. അപ്പോൾ ഇത് റിവേഴ്സ് ഓർഡറിൽ എഴുതുക. ഫസ്റ്റ് ഫംഗ്ഷൻ log x x² സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എഴുതുക. ഇനി പ്രോഡക്റ്റ് റൂൾ എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ then integral of second x² ന്റെ ഇന്റഗ്രൽ x³/3 മൈനസ് ഇന്റഗ്രൽ ഓഫ് log x ന്റെ ഡെറിവേറ്റീവ് 1/x. ഈ എഴുതിയത് അതുപോലെ അകത്ത് എഴുതുക. ഓക്കെ. നെക്സ്റ്റ് log x × x³/3. ഇവിടെ -1/3 ഇനി പുറത്തെടുത്തു. പിന്നെ x³ എന്ന് പറഞ്ഞാൽ x². നെക്സ്റ്റ് ഇത് അതുപോലെ എഴുതി -1/3 x²ൻ്റെത് x³/3. ആ 3യും ഈ 3യും കൂടെയാണ് 9 ആകുന്നത്. സോ ബൈ പാർട്സ് റൂൾ ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് log x ന്റെ ഡെറിവേറ്റീവ് എഴുതുക. ദെൻ ഈ ഫംഗ്ഷൻ അതുപോലെ റീപ്ലേസ് ചെയ്യുക. എന്നിട്ട് അകത്തിരിക്കുന്നതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഒരിക്കൽ കൂടെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to 1 tan ഇൻവേഴ്സ് x/1 + x² dx. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. tan ഇൻവേഴ്സ് x ന് u എന്ന് കൊടുക്കുക. രണ്ട് സൈഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 1/1 + x² dx = എന്ത് കിട്ടും? du എന്ന് കിട്ടും. നെക്സ്റ്റ് ഇത് എക്സിന്റെ ലിമിറ്റ് ആണ്. അതിൽ യുയിലേക്ക് മാറ്റണം. x 0 ആകുമ്പോൾ u എന്താണ്? ഇവിടെ കൊടുത്താൽ x 0 ആകുമ്പോൾ u tan ഇൻവേഴ്സ് 0 അത് 0. അടുത്ത x 1 ആകുമ്പോൾ u എന്താണ്? ഇവിടെ കൊടുക്കുക tan ഇൻവേഴ്സ് 1 that is 45 അല്ലെങ്കിൽ π/4. Now 0 to 1 tan inverse x/1 + x² dx = ഇന്റഗ്രൽ ന്യൂ ലിമിറ്റ് u എന്താണ്? 0 to π/4. ഇന്റഗ്രൽ 0 to π/4. നെക്സ്റ്റ് എന്താണ്? tan inverse x എന്ന് പറഞ്ഞാൽ u ആണ് അല്ലേ? അപ്പോൾ u
ദെൻ ഡി എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയറിന്റെ പ്ലേസിൽ ഡി യു എന്ന് കൊടുക്കാം. ഈക്വൽ ടു എക്സിന്റെ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2. അപ്പൊ യു എന്തായിരിക്കും? യു സ്ക്വയർ ബൈ 2. ലിമിറ്റ് 0 to π by 4. ആദ്യം യുവിന് അപ്പർ ലിമിറ്റ് π by 4 കൊടുക്കുക. അപ്പോൾ പൈ സ്ക്വയർ ബൈ 16 ബൈ 2 അതാണ് പൈ സ്ക്വയർ ബൈ 32 മൈനസ് യുവിന് 0 കൊടുക്കുമ്പോൾ 0. ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്ന ആദ്യം യുവിന് ഈ അപ്പർ ലിമിറ്റ് കൊടുക്കുക മൈനസ് യുവിന് ലോവർ ലിമിറ്റ്. സോ ആൻസർ ആയി പൈ സ്ക്വയർ ബൈ 32. നെക്സ്റ്റ് വൺ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഇന്റഗ്രൽ 0 to π by 2 sin raised to 4x by sin raised to 4x plus cos raised to 4x dx. ഇതൊരു സ്പെഷ്യൽ കേസാണ്. റൂട്ട് സൈൻ എക്സ് ബൈ റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ് അങ്ങനെയൊക്കെ ചോദിച്ചാലും ലെറ്റ് ഐ ഈക്വൽ ടു ഗിവൺ ക്വസ്റ്റ്യൻ എടുത്തെഴുതുക. എന്നിട്ട് പ്രോപ്പർട്ടി നമ്പർ 5 ഇന്റഗ്രൽ 0 to a f of x നെ നമ്മൾ എങ്ങനെ പറയും? 0 to a f of a minus x അപ്പർ ലിമിറ്റ് മൈനസ് എക്സ്. ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. സോ ഇന്റഗ്രൽ 0 to π by 2 sin raised to 4 എക്സിന്റെ പ്ലേസിൽ ഇതാ ഈ സംഗതി π by 2 മൈനസ് എക്സ് കൊടുക്കണം. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ അതേപോലെ sin raised to 4 π by 2 മൈനസ് എക്സ് പ്ലസ് cos raised to 4 π by 2 മൈനസ് എക്സ്. മേളില് sin 90 മൈനസ് എക്സ് കോസ് ആണല്ലോ. അപ്പൊ ഇതെന്തായി മാറും? cos raised to 4x. sin 90 മൈനസ് എക്സ് കോസ്, അപ്പൊ cos raised to 4x പ്ലസ് ഇത് cos 90 മൈനസ് എക്സ് sin x, അപ്പൊ sin raised to 4x. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഇപ്പൊ കിട്ടിയത് ഇക്വേഷൻ നമ്പർ 2 രണ്ട് തമ്മിൽ ആഡ് ചെയ്യുക. ലെഫ്റ്റ് സൈഡ് ഐയും ആഡ് ചെയ്താൽ 2i. ഇവിടെയും 0 to π by 2 ഇവിടെയും 0 to π by 2 അതുപോലെ എഴുതി. ഡിനോമിനേറ്ററിൽ ഇതേ ടേം തന്നെയാണ് ഇവിടെയും, അപ്പൊ അത് അതുപോലെ എഴുതി. മേലുള്ളത് മാത്രം ആഡ് ചെയ്യുക. sin raised to 4x പ്ലസ് cos raised to 4x. ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ സെയിം, രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. സോ 0 to π by 2 ജസ്റ്റ് dx. 1ന്റെ ഇന്റഗ്രൽ x. ലിമിറ്റ് വാരീസ് ഫ്രം 0 to π by 2. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? π by 2 മൈനസ് 0 ദാറ്റ് ഈസ് π by 2. 2i ആണ് π by 2 എങ്കിൽ i എന്ന് പറയുന്നത് എന്തായിരിക്കും? π by 4. എഴുതി പഠിക്കുക. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്, അത് കണ്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് ഇന്റഗ്രൽ മൈനസ് π by 2 to പ്ലസ് π by 2 sin raised to 7x dx. sin raised to 7 എന്ന് പറയുന്നത് ഓഡ് ഫംഗ്ഷൻ ആണ് എങ്കിൽ മൈനസ് a to a വന്നതുകൊണ്ട് ആൻസർ 0. സോ ഇതിന്റെ വാല്യൂ 0. ഇന്റഗ്രൽസ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇത്രയും അറ്റ്ലീസ്റ്റ് പഠിക്കുക. പക്ഷേ ഈ പ്രോബ്ലംസ് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിലും ചെയ്യണമെങ്കിലും ബേസിക് ഫോർമുല പഠിച്ചേ പറ്റൂ. അത് പഠിച്ചിട്ട് നിങ്ങൾ ബാക്കി കാര്യങ്ങളിലേക്ക് പോവുക. തീർച്ചയായും പബ്ലിക് എക്സാമിനേഷന് തൊട്ട് മുന്നേ 6 ദിവസത്തെ സ്റ്റഡി ലീവ് ഉണ്ട്. ആ 6 ദിവസത്തിനുള്ളിൽ തന്നെ ബേസിക് ഫോർമുല പഠിച്ച് ഇതിലെ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇന്റഗ്രൽസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന 6 മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. ഇതുവരെ ഒന്നും പഠിക്കാത്തവർക്കും പഠിച്ചെടുക്കാം. തീർച്ചയായും നമ്മുടെ റിവിഷൻ ക്ലാസ്സുകൾ കണ്ടാൽ മതി. 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് കണ്ടാലും മതി. അല്ല എങ്കിൽ ഈ പറയുന്ന ഈ സീരീസിലെ പ്രോബ്ലംസ് മാത്രം പഠിച്ചാലും മതി. എല്ലാവർക്കും മികച്ച രീതിയിൽ ഇന്റഗ്രൽസ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ ബൈ.